പ്ലസ് 1 ഫിസിക്സ് 8ാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. ഈ ചാപ്റ്ററാണ് ഇന്ന് നാം റിവിഷൻ ചെയ്യുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പ്ലസ് 1 ഫിസിക്സിലെ 8ാമത്തെ ചാപ്റ്ററായ ഗ്രാവിറ്റേഷൻ ആണല്ലോ നാം റിവിഷൻ ചെയ്യുന്നത്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. നമുക്ക് ഒരുപാട് തവണ എടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് പഠിക്കുവാനുണ്ടായിരുന്നത് കെപ്ലേഴ്സ് ലോ തന്നെയാണ്. കെപ്ലറിൻ്റെ 3 ലോയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കുവാനുള്ളത്. ലോ ഓഫ് ഓർബിറ്റ്സ്, ലോ ഓഫ് ഏരിയാസ്, ലോ ഓഫ് പീരിയഡ്സ്. ഈ 3 കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം ഈ 3 ലോയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. ഇതിൻ്റെ മറ്റൊരു പേരാണ് ലോ ഓഫ് ഓർബിറ്റ്സ്. ഓൾ പ്ലാനറ്റ്സ് മൂവ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് വിത്ത് ദ സൺ സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോസൈ ഓഫ് ദി എലിപ്സ്. ഇതാണ് കെപ്ലറിൻ്റെ ലോ ഓഫ് ഓർബിറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലോ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, സ്റ്റേറ്റ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ ഓർ ലോ ഓഫ് ഏരിയാസ്. ദ ലൈൻ ദാറ്റ് ജോയിൻസ് എനി പ്ലാനറ്റ് ടു ദ സൺ സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. ദാറ്റ് ഈസ് ഏരിയൽ വെലോസിറ്റി ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈസ് കോൺസ്റ്റന്റ്. ഇതാണ് രണ്ടാമത്തെ ലോ. അടുത്ത ക്വസ്റ്റ്യൻ, state Kepler's third law of planetary motion, that is law of periods. The square of the time period of revolution of the planet is proportional to the cube of the semi-major axis of the ellipse traced out by the planet, that is t square is proportional to a cube. ഈ 3 ലോയും വളരെ കൃത്യമായി തന്നെ നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു ലോയാണ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നമുക്ക് നോക്കാം. സ്റ്റേറ്റ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ ബോഡി വിത്ത് എ ഫോഴ്സ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇത് ഒരുപാട് തവണ നമ്മളോട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നതാണ്. കൃത്യമായി തന്നെ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഇക്വേഷനും നാം അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ജി. Capital G is equal to 6.67 into 10 raised to minus 11 Newton meter square kilogram square. ഇതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന, കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി above the surface of earth, below the surface of earth. ഇതാണ് ഏറ്റവും കൂടുതൽ മാർക്കിനായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഡിഫൈൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദി എർത്ത്. ദ ആക്സിലറേഷൻ ഗെയിൻഡ് ബൈ എ ബോഡി ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് ഈസ് കോൾഡ് acceleration due to gravity. Next question, obtain the expression for acceleration due to gravity on the surface of earth. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനെ മറ്റൊരു തരത്തിലും നമുക്ക് എഴുതാവുന്നതാണ്. അതായത് സ്മോൾ ജി ക്യാപിറ്റൽ ജി, അതായത് യൂണിവേഴ്സൽ കോൺസ്റ്റന്റും അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഇവയുടെ റിലേഷൻ എന്ന രീതിയിലും ഈ ഇക്വേഷൻ നമുക്ക് ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്, ഒബ്റ്റെയിൻ ദ റിലേഷൻ കണക്റ്റിംഗ് സ്മോൾ ജി ആൻഡ് ക്യാപിറ്റൽ ജി. നമുക്ക് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാം.
അപ്പോൾ ഇതിൽ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയാൽ ഭൂമിയുടെ റേഡിയസ് നമുക്ക് കാണാം ക്യാപിറ്റൽ ആർ, അതുപോലെ തന്നെ മാസ് ക്യാപിറ്റൽ എം. അവിടെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു ഒബ്ജക്റ്റ്, അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ആണ്. കൺസിഡർ എ ബോഡി ഓഫ് മാസ് സ്മോൾ എം ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഓഫ് മാസ് ക്യാപിറ്റൽ എം ആൻഡ് റേഡിയസ് ആർ. The gravitational force between body and the earth is given by F is equal to G into m divided by r square. നമുക്ക് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാവുന്നതാണ്. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമുക്ക് കണക്കാക്കാം. ബൈ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ F ഈക്വൽ ടു mg. നോക്കൂ, രണ്ട് ഇക്വേഷൻസ്, അതിൻ്റെ LHS എന്ന് പറയുന്നത് F ആണ്. അപ്പോൾ നമുക്ക് അതിനെ കമ്പയർ ചെയ്യാം, അതിൻ്റെ RHS കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് G is equal to F divided by m എന്ന രീതിയിൽ നമുക്ക് എഴുതാം. ഇനി ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് ഇങ്ങനെ എഴുതാം, G is equal to gm divided by r square. ഇതാണ് സ്മോൾ ജിയും ക്യാപിറ്റൽ ജിയും തമ്മിലുള്ള റിലേഷൻ. നോക്കൂ, LHSൽ സ്മോൾ ജിയും RHSൽ ക്യാപിറ്റൽ ജിയും ഉണ്ട്. അതുകൊണ്ട് ഇത് റിലേഷൻ കണക്റ്റിംഗ് സ്മോൾ ജി ആൻഡ് ക്യാപിറ്റൽ ജി എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത്, അതിൻ്റെ ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചാലും ഇതേ ഇക്വേഷൻ തന്നെ ഡിറൈവ് ചെയ്ത് നമുക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആവറേജ് വാല്യൂ ഓഫ് acceleration due to gravity on the surface of earth is dash. സ്മോൾ ജിയുടെ വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതിൻ്റെ വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡാഷ്. ഓപ്ഷൻസ്: മാസ് ഓഫ് ദി ബോഡി ഓർ മാസ് ഓഫ് ദി എർത്ത്. ദ ആൻസർ ഈസ് മാസ് ഓഫ് ദി ബോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h എബോവ് ദ സർഫസ് ഓഫ് എർത്ത്. ഈ ക്വസ്റ്റ്യനിൽ ഹൈറ്റിന് പകരം ഓൾട്ടിറ്റ്യൂഡ് എന്ന രീതിയിൽ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചിത്രത്തിൽ കൃത്യമായി തന്നെ അത് രേഖപ്പെടുത്തി വരയ്ക്കണം. മാസ്, എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ, h ഉയരത്തിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി തന്നെ വരച്ച് കാണിച്ചിരിക്കണം. അപ്പോൾ നമുക്കിനി ഡിറൈവ് ചെയ്യാം ഇക്വേഷൻ. വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിനേക്കാൾ മുകളിൽ h ഉയരത്തിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഇക്വേഷൻ നോക്കുമ്പോൾ ഗ്രാവിറ്റേഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷനിൽ എന്ത് വേരിയേഷൻ ആണ് വരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ആദ്യം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് നമുക്കത് അറിയാവുന്നതാണ്. എന്താണ് ഇക്വേഷൻ? അതെ, G is equal to gm divided by r square. ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് അത് എഴുതാവുന്നതാണ്. ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് h ഉയരത്തിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അപ്പോൾ നമുക്ക് എങ്ങനെ അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എഴുതാം? അതെ, ഭൂമിയുടെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. അതിനോടൊപ്പം h കൂടി ചേർത്ത് ഇക്വേഷൻ നമ്പർ 1 നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം, അല്ലെ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് എബോവ് ദ സർഫസ് ഓഫ് എർത്ത്, ദാറ്റ് ഈസ് g ഓഫ് h is equal to gm ഡിവൈഡഡ് ബൈ r പ്ലസ് h ഹോൾ സ്ക്വയർ, അല്ലെ? റേഡിയസിനൊപ്പം നമ്മൾ ഹൈറ്റ് കൂടി ചേർത്തിരിക്കുന്നു. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് നമുക്ക് എഴുതാം. ഫോർ h is very much less than r, g of h is equal to gm divided by r square into 1 minus h divided by r whole square. ഇവിടെ നമ്മൾ രണ്ട് ടേമിൽ നിന്നും, ഡിനോമിനേറ്ററിലെ രണ്ട് ടേമിൽ നിന്നും r സ്ക്വയർ നമ്മൾ ബ്രാക്കറ്റിന് വെളിയിലേക്ക് എടുത്തിരിക്കുന്നു. അങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ ഇക്വേഷൻ ലഭിച്ചു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കാം. G of h is equal to gm divided by r square into 1 plus h divided by r whole raised to minus 2, അല്ലെ? നമ്മുടെ ആ ഡിനോമിനേറ്ററിലെ ടേമിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് മാറ്റി എഴുതിയിരിക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫ്രം ഇക്വേഷൻ നമ്പർ 1,
നമുക്ക് ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന ഇക്വേഷൻ നമ്പർ 1 കിടക്കുന്നുണ്ട്, അത് ജി ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: ജി ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ ആർ ഹോൾ റൈസ് ടു -2. ഇനി ആ ബ്രാക്കറ്റിലുള്ള ടേമിനെ, അതായത് 1 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ ആർ ഹോൾ റൈസ് ടു -2, അതിനെ ബൈനോമിയൽ എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയും അതിൻ്റെ ഹയർ ഓർഡർ ടേംസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഇക്വേഷനെ ജി ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു ഓർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ ആർ എന്ന ഇക്വേഷനിലേക്ക് വരുന്നു. നോക്കൂ, ഇതാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും h ഉയരത്തിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ. നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫൈനൽ ഇക്വേഷനിൽ നാം നോക്കുമ്പോൾ നമ്മളുടെ ഹൈറ്റിലുള്ള ഒരു ഒബ്ജക്റ്റ് ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ h ഉയരത്തിലിരിക്കുകയാണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ ജി ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ ആർ ആണ്. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്നും ഒരു ടേം കുറച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ജി ഒന്ന് ബ്രാക്കറ്റിനുള്ളിലേക്ക് ഗുണിച്ചാൽ മതി, ജി മൈനസ് 2gh ഡിവൈഡ് ബൈ ആർ എന്ന രീതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ 2h ഡിവൈഡഡ് ബൈ ആർ എന്ന ടേം ആണ് ഇവിടെ കുറയുന്നത്. അതായത് ഗ്രാവിറ്റേഷൻ്റെ നിരക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും കുറയുകയാണ് ചെയ്യുന്നത്. ആ കുറയുന്നതിൻ്റെ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 2h ഡിവൈഡഡ് ബൈ ആർ എന്നാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇതൊരു ക്വസ്റ്റ്യനായി ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കൊന്നുകൂടി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് d ബിലോ ദ സർഫസ് ഓഫ് എർത്ത്. അപ്പോൾ നമുക്കിവിടെ ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോയി കഴിഞ്ഞാൽ സർഫസിൻ്റെക്കാൾ എന്ത് വേരിയേഷൻ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായും ആ പിക്ചർ അവിടെ വരച്ച് കാണിച്ചിരിക്കണം. ഭൂമിയുടെ റേഡിയസ് 6 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഡെപ്തിലേക്ക് നമ്മൾ കാണിക്കുമ്പോൾ റേഡിയസിന് കുറവുണ്ടാവും, അത് r-d എന്ന രീതിയിൽ കുറയും. അപ്പോൾ നമുക്ക് ഡെറിവേഷനിലേക്ക് നോക്കാം. We assume that the entire earth is of uniform density. Mass of earth m is equal to 4/3 pi r cube rho. നമുക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഉണ്ട്. ആ ഡെൻസിറ്റിയുടെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മാസ് ഓഫ് എർത്തിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്കറിയാവുന്ന ഇക്വേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് g is equal to gm divided by r square. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. ഇവിടെ എമ്മിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ലോ. നമുക്കറിയാം m is equal to 4/3 pi r cube rho ആണ്. അപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷൻ്റെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും: g is equal to g divided by r square into 4/3 pi r cube rho. നമുക്ക് ജിയുടെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തെഴുതാം: 4/3 pi r rho into g. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന രീതിയിൽ നമുക്ക് എഴുതാം. ഇനി നമുക്ക് ഇതിൽ ഡെപ്തിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിലാണെങ്കിൽ റേഡിയസിന് ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവും, r-d എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 2-ൽ ആ ഒരു മാറ്റം നമുക്ക് വരുത്തി ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് മോഡിഫൈ ചെയ്ത് എഴുതാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് d ബിലോ ദ സർഫസ് ഓഫ് എർത്ത്, ദാറ്റ് ഈസ് gd is equal to 4/3 pi into r-d rho g. ഇത് ഇക്വേഷൻ നമ്പർ 3. ഇനി ഇക്വേഷൻ നമ്പർ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 നമ്മളത് ചെയ്യുന്നു. g of d ഡിവൈഡ് ബൈ g. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോയതിന് ശേഷം gd ഡിവൈഡ് ബൈ g is equal to r-d ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R എന്ന രീതിയിൽ നമുക്ക് ലഭിക്കും. ഇനി ഇത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ gd is equal to g into 1 minus d by r എന്ന രീതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. നോക്കൂ, ഇവിടെയും ഒരു ടേം മൈനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോകുന്തോറും നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ആ കുറയുന്നതിൻ്റെ നിരക്കാണ് d/r കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായി തന്നെ ഈ രണ്ട് ഡെറിവേഷനും, അതായത് എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എബോവ് ദ സർഫസ് ഓഫ് എർത്ത് ഓർ ബിലോ ദ സർഫസ് ഓഫ് എർത്ത്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നാം പഠിച്ചിരിക്കേണ്ട ഡെറിവേഷൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി dash as we go above the surface of earth
and dash as we go down below the earth's surface. എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡെറിവേഷൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് ഭൂമിയുടെ ഉപരിതലത്തിനേക്കാൾ ഉയരത്തിലോ അല്ലെങ്കിൽ ഡെപ്തിലോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. അത് കുറയുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ രണ്ട് ഡാഷിൻ്റെ സ്ഥാനത്തും ചേർക്കാനുള്ളത് ഡിക്രീസ് എന്ന് പറയുന്ന ആൻസർ തന്നെയാണ്. രണ്ട് കണ്ടീഷനിലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The acceleration due to gravity is dash at the center of earth. എത്രയായിരിക്കും ഒരു ഭൂമിയുടെ ഉള്ളറയിൽ അല്ലെങ്കിൽ ഭൂമിയുടെ സെൻറ്ററിൽ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഭൂമിയുടെ സെൻറ്ററിൽ എത്രയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നോക്കൂ, നമ്മുടെ ഡെപ്തിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ GD is equal to G into 1 minus D divided by R എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ നോക്കിയാൽ അവിടെ റേഡിയസ് ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഇക്വേഷനിൽ 0 എന്നാണ് നമുക്ക് വാല്യൂ ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഭൂമിയുടെ സെൻറ്ററിൽ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 0 എന്ന് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ്. നമുക്ക് നോക്കാം. Gravitational potential energy at a point is defined as the work done in displacing the particle from infinity to that point without acceleration. ഒരു പോയിന്റിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിനെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ആണ് ആ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ ഡെറിവേഷനിലേക്ക് ഒന്ന് നോക്കാം. വളരെ ദൂരത്ത് നിന്ന്, അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് മുഴുവൻ പാതയുടെ ആ ഒരു കാര്യം പറയുന്നതിന് ഡിഫറൻസിയേഷൻ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മുഴുവൻ വർക്ക് W ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് dx ദൂരത്തെ വർക്ക് നമ്മൾ എടുക്കുകയാണ്. ആ വർക്കിനെ നമുക്ക് dW എന്ന് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒന്ന് എഴുതാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ മാസ് m അറ്റ് എ ഡിസ്റ്റൻസ് x, ദാറ്റ് ഈസ് F is equal to G into m divided by x square. ഇനി ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്കാണ് ഒബ്ജക്റ്റിനെ നാം കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെയുള്ള ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എടുക്കുന്നു dx. അവിടുത്തെ വർക്ക് dW ആണ്. The work done to give a displacement dx to the mass, that is dW is equal to F dx. dW is equal to G mm divided by x square into dx. ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എവിടെ മുതൽ എവിടെ വരെയാണ്? നമുക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് R എന്ന് പറയുന്ന ഒരു പൊസിഷൻ വരെയാണ് നമുക്ക് ഒബ്ജക്റ്റിനെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്ക് dW നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുഴുവൻ വർക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇൻഫിനിറ്റി മുതൽ R വരെയുള്ള dWകളെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയാകും. നമുക്ക് ഇക്വേഷൻ എഴുതാം. W is equal to integral infinity to R G mm divided by x square dx, or W is equal to G mm into integral infinity to R 1 by x square dx. ഇൻ്റഗ്രേഷന് ശേഷം നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ലഭിക്കുകയുണ്ടായി. നമുക്കത് ഇങ്ങനെ എഴുതാം. W is equal to minus G mm divided by R. ഇവിടെ ലിമിറ്റ് ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, വർക്കിന്റെ ഇക്വേഷൻ. അപ്പോൾ ഈ വർക്ക് ഡൺ തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. നമുക്കത് ഇങ്ങനെ എഴുതാം. ദിസ് വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ ബോഡി. ഒന്നുകൂടി നമുക്ക് എടുത്തെഴുതാം. U is equal to minus G mm divided by R. എപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. വളരെ കൃത്യമായി തന്നെ നാം പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഓൺ എർത്ത്. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ള ചോദ്യമാണ്. നമുക്കതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. കൃത്യമായി തന്നെ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ potential energy of a particle of unit mass at that point. ഇവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്, അവിടെ മാസ് യൂണിറ്റ് ആണ്.
അല്ലേ, അല്ലെങ്കിൽ എമ്മിൻ്റെ വാല്യൂ 1 ആണ് എന്ന് പറയാം. സ്മോൾ എമ്മിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഒന്ന് എഴുതാം. ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി of mass m at a distance r, that is u equal to minus g mm divided by r. For unit mass, m is equal to, small letter m is equal to 1. So the gravitational potential v is equal to minus gm divided by r. ഇതാണ് equation. Next question. What is escape speed or escape velocity? എന്താണ് escape velocity? The minimum speed required for an object to reach infinity, that is to escape from the Earth's gravitational pull, is called escape speed. Minimum speed, ഒരു ഒബ്ജക്റ്റിന് ആവശ്യമായി വരുന്ന മിനിമം സ്പീഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഭേദിച്ച് ഭൂമിക്ക് വെളിയിലേക്ക് ഒരു ഒബ്ജക്റ്റിന് പോകാൻ ആവശ്യമായിട്ടുള്ള മിനിമം സ്പീഡിനെ വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് സ്പീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് സ്പീഡ്. ഈ ക്വസ്റ്റ്യനും വളരെ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ലെറ്റ് ദ ബോഡി ത്രോൺ ഫ്രം ദി സർഫസ് ഓഫ് എർത്ത് ടു ഇൻഫിനിറ്റി. ദെൻ ദ ടോട്ടൽ ഇനീഷ്യൽ എനർജി ഓഫ് ദി ബോഡി ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ഫൈനൽ എനർജി. The total initial energy of the body is equal to total final energy. That is half m v1 square or vi square minus g mm divided by r is equal to half m vf square. vi എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, vf എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി. ഇനി ഈ ഫൈനൽ വെലോസിറ്റി, the RHS is always a positive quantity with the minimum value 0. Taking the minimum value, half m vi square minus g mm divided by r is equal to 0. ഈ ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഹാഫ് എം വി ഐ സ്ക്വയർ ഈക്വൽ ടു ജി എം എം ഡിവൈഡഡ് ബൈ ആർ, ഓർ വി ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gm divided by r, or ve is equal to square root of 2gm divided by r, or v is equal to square root of 2gr. gmനെ നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എഴുതാവുന്നതാണ്. ഈ ഡെറിവേഷൻ നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കേണ്ടതാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവസാനത്തെ രണ്ട് ഇക്വേഷനും നമ്മൾ കൃത്യമായി തന്നെ ഓർത്തിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. വൈ? The escape speed of moon is about 2.3 km per second, which is less than the average speed of gas molecules of moon. Thus, gas molecules escape from the surface of moon and it has no atmosphere. നമുക്കറിയാം മൂണിൻ്റെ എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 2.3 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ മൂണിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ക്ലൗഡ്സ്, ആ ക്ലൗഡ്സിൻ്റെ എസ്കേപ്പ് സ്പീഡ് ഇതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്ലൗഡ്സിന് അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിനൊക്കെ വളരെ ഈസിയായി മൂണിൻ്റെ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൃത്യമായി തന്നെ ഒന്ന് പഠിച്ചിരിക്കേണ്ട ഒരു ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ എർത്ത് സാറ്റലൈറ്റ്സ്? Earth satellites are objects which revolve around the earth. Next question. Dash is the natural satellite of earth. Answer is moon. Next question. What are the uses of artificial satellites? Artificial satellites are used for telecommunication, geophysics studies and meteorology, etc. Next question. Derive the expression for orbital velocity or orbital speed of a satellite. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായി തന്നെ നാം പഠിച്ചിരിക്കേണ്ട ഒരു ഡെറിവേഷൻ കൂടിയാണ്. The speed with which a satellite revolves around Earth is called orbital speed.
Consider a satellite of mass m in a circular orbit of a distance r plus h from the center of the earth. Then the centripetal force F centripetal is equal to F gravitational. നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് ഒന്ന് എഴുതാം. F centripetal നമുക്ക് mv² ഡിവൈഡഡ് ബൈ r പ്ലസ് h എന്ന് എഴുതാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ gmm ഡിവൈഡഡ് ബൈ r പ്ലസ് h ഹോൾ സ്ക്വയർ. നമുക്കതിനെ ഇക്വേറ്റ് ചെയ്ത് എഴുതാം. ഇതിൽ നിന്ന് v² കണ്ടുപിടിക്കാം. v² ഈക്വൽ ടു gm ഡിവൈഡഡ് ബൈ r പ്ലസ് h ഓർ VO അല്ലെങ്കിൽ v orbital velocity equal to square root of gm divided by r plus h. If the satellite is very close to the earth, r plus h is approximately equal to r. Therefore, the equation for VO equal to square root of gm divided by r. നമുക്ക് gm ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെയായി മാറും. VO equal to square root of gr. അപ്പോൾ ഇവിടെയുള്ള VO equal to square root of gm divided by r plus h, square root of gm divided by r or square root of gr. ഈ മൂന്ന് ഇക്വേഷൻ നമ്മൾ കൃത്യമായി തന്നെ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് എസ്കേപ്പ് സ്പീഡിന്റെ ഇക്വേഷനുമായി ഒന്ന് കമ്പയർ ചെയ്യാം. അതൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ റിലേഷൻ കണക്റ്റിംഗ് എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. VO equal to square root of gm divided by r. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതിയാലോ VE is equal to square root of 2gm divided by r. നമുക്ക് ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ റിലേഷൻ മനസ്സിലാകും. VE is equal to square root of 2 into VO. എസ്കേപ്പ് വെലോസിറ്റി is equal to root 2 into orbital velocity. ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Derive the expression for time period of a satellite. The period of a satellite is the time required for a satellite to complete one revolution around the earth in a fixed orbit. Period T is equal to circumference of the orbit divided by orbital speed. That is T is equal to 2 pi into r plus h divided by square root of gm divided by r plus h. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ T is equal to 2 pi root of r plus h whole cube divided by gm. If the satellite is very close to the earth, r plus h is approximately equal to r, then the equation of time period is T is equal to 2 pi root of r cube divided by gm. Next question. What are geostationary satellites? Write 4 features of geostationary satellites. Geostationary satellites are the satellites orbits around the earth in a equatorial plane with a time period T is equal to 24 hours. They appear to be stationary from any point on earth. Geostationary satellites are at a height of 35,800 km from the surface of earth. Geostationary satellites are widely used for telecommunications. Example, INSAT group of satellites sent up by India are geostationary satellites. Next question. Write 4 features of polar satellites. Polar satellites revolve around Earth along poles in north-south direction. These are low-altitude satellites. Since its time period is around 100 times, it crosses any altitude many times a day. These satellites can view polar and equatorial regions at close distance with good resolution. Polar satellites are useful for remote sensing meteorology as well as for environmental studies of the earth. Next question. Why do we feel weightlessness inside a satellite? In a satellite, everything inside it is in a state of free fall.
എ ഫ്രീലി ഫോളിംഗ് ബോഡി ഹാസ് നോ വെയിറ്റ്. ഈ ക്വസ്റ്റ്യൻ വളരെ കൃത്യമായി തന്നെ പഠിച്ചിരിക്കേണ്ടതാണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓവറോൾ ഈ ചാപ്റ്റർ ഒന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണിത്. കെപ്ലേഴ്സ് ലോ, അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ലോ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ഇക്വേഷൻസ്, അതുപോലെ തന്നെ വളരെ വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതുപോലെ എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്. വളരെ നല്ല രീതിയിൽ ഈ ഡെറിവേഷൻസ് എല്ലാം എഴുതി പഠിക്കേണ്ടതാണ്. കൃത്യമായി തന്നെ ഇക്വേഷൻസ് എല്ലാം ഓർത്തിരിക്കേണ്ടതാണ്. അടുത്ത ചാപ്റ്ററിന്റെ റിവിഷൻ വീഡിയോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഫിസിക്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭ്യമാകുവാൻ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി നമുക്ക് കാണാം. അതുവരെ നമസ്കാരം.